ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും എന്നൊക്കെ പറയണു, സുഖമായിട്ടിരിക്കണോ? ഇന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ വ്യത്യാസമുണ്ടല്ലേ. ഞാനിവിടെ ജോലി സ്ഥലത്താണ്. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. വേറെ ഒന്നുമില്ല, ഇന്നലെ ഒരു വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഒന്നും എടുത്തില്ലായിരുന്നു. കുറച്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കണ നേരം പിന്നെ മറന്നും പോയി, മുഴുവനും കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ കുറച്ച് അതിനിപ്പോൾ ഞാൻ പറയണ്ടല്ലോ അല്ലേ, വീഡിയോയിലേക്ക് എടുക്കുമ്പോൾ കാണാമല്ലോ. പിന്നെ വേറെ എന്നൊക്കെ ഉണ്ട്. വെക്കേഷനൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കണം, പിള്ളേരുടെ കൂടെ കൂടിയിട്ട് കുറച്ച് ഗെയിമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനില്ലേ ഒരു മുന്തിരിമുളക് ഗ്രോ ബാഗിൽ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വളരുന്നില്ല. എന്നാൽ അത് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലം കേട്ടോ. എന്നാൽ അതെടുത്ത് തറയിലേക്ക് നടാമെന്ന് വിചാരിച്ച് അവിടെ എടുത്ത് തൂമ്പെടുത്ത് കിളച്ച്, നല്ല വെള്ളമൊക്കെ വീണൊരു സ്ഥലമുണ്ട്, അവിടെ തൂമ്പെടുത്ത് കിളച്ച് അവിടെ ആ ഗ്രോ ബാഗിൽ നിന്ന് ഈ മുന്തിരിമുളക് എടുത്ത് നടാനുള്ള പരിപാടിയാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് പിള്ളേർക്ക് പരീക്ഷയല്ലേ, അവരെ വീഡിയോ എടുക്കാൻ വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാറ്റി മാറ്റി വെച്ച് എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ തൂമ്പെടുക്കലും പരിപാടിയൊക്കെ ഇപ്പോഴാട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പുതിയ വീടും കാര്യങ്ങളൊക്കെ വരിയിട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നു പറഞ്ഞാൽ ശരിയാട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും ഒന്നും മടിയില്ല കേട്ടോ. എല്ലാം നമ്മൾ തന്നെ നിൽക്കുമ്പോൾ എല്ലാം. ഞാനിന്ന് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ബൊഗൈൻവില്ലകൾ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അത് ഞാൻ സാധാരണ ഒരു ചട്ടിയിൽ നട്ടു വെച്ചേക്കണം. 2 ദിവസം ആയുള്ളൂ. എന്നാൽ അതൊക്കെ വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ ഇത്രയും ചട്ടിക്ക് ആകെ 350 രൂപയായുള്ളൂ കേട്ടോ. അറിയാവുന്ന ആളായതുകൊണ്ട് ഡിസ്കൗണ്ടിൽ തന്നാട്ടോ. പിന്നെ കിച്ചു അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണ്, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകെ നടന്നോളൂ. അപ്പോൾ നമുക്കിവിടെ മണ്ണൊക്കെ കുറവാലോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗ്രോ ബാഗിൽ ചേട്ടൻ പോണതിന് മുമ്പ് കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രോ ബാഗിലിരുന്ന മണ്ണെല്ലാം ഇവിടെ മിറ്റിലിട്ടേക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മണ്ണും കുറച്ച് ചകിരിച്ചോറും പിന്നെ കുറച്ച് കമ്പോസ്റ്റിൻ്റെ വളവും ഉണ്ട് ഇവിടെ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്ത് നാട്ടിയാത്തോ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ എൻ്റെ ക്ലിപ്പ് പോയി. അതുകൊണ്ട് ഇപ്പം എനിക്ക് അതിനകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഈ ബൊഗൈൻവില്ലകൾ പണ്ട് ആർക്കും വേണ്ടാതെ നമ്മുടെ വേലിപ്പടർപ്പിലൊക്കെ നിന്നുകൊണ്ടിരുന്ന ചെടിയാലേ. അപ്പോൾ നമ്മളിത് തറയിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ വള്ളി പോലെ പടർന്ന് വളരും. ചട്ടിയിൽ ചെറുതായിട്ട് നടുവാണെങ്കിൽ അത് അവിടെ നിന്നോളും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ തരംഗാണല്ലോ അല്ലേ. ഞാനപ്പോൾ റോസും പർപ്പിളും പിന്നെ വേറൊരു തയ്യും അവിടെ കഴിഞ്ഞ ദിവസം മേടിച്ചു. അപ്പോൾ പർപ്പിളല്ല, റോസ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊമ്പ് ഒടിച്ച് കുത്തി ഞാൻ വേറെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ആ പിങ്ക് കളറുള്ളതാണ് വേറെ ചട്ടിയിലേക്ക് പറിച്ചിട്ട്. നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. പക്ഷേ അതിൻ്റെ തണ്ടയിൽ നിറച്ച് മുള്ളുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു വെള്ളമൊക്കെ ഉണ്ടേ, നേരത്തെ അല്ല ഇതിന് മുമ്പുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ. അത് കുറച്ചായതാണ്, പിടിച്ച് നട്ടാൽ ചിലപ്പോൾ പോയാലോ. അതിൻ്റെ തണ്ടയിൽ ഇങ്ങനെ മുള്ളില്ലാട്ടാണ്. പിന്നെ ഒരു ഓറഞ്ച് അതായിട്ട് ഞാൻ ആദ്യം കാണിച്ചത്. അത് ചെറിയ ചട്ടിക്കകത്താണ് നിന്നത്, കുറച്ച് ആയതാണ്. പോവില്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അതും ഞാൻ അതിൻ്റെ കൊമ്പ് ഞാൻ അവിടെ ഒടിച്ച് നട്ടത്. അത് പിടിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു കൊമ്പ് ഞാൻ അവിടെ ഒടിച്ച് കുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഭംഗിയായിട്ട് വന്നാലോ. അങ്ങനെ ഇതിങ്ങനെ നമ്മുടെ മുറ്റത്തെല്ലാം ഇങ്ങനെ ചെടികൾ ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയല്ലേ. ഞാൻ ഈ മുറ്റത്ത് പുല്ല് വന്നാലാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. അങ്ങനെ മാക്സിമം ഉണ്ടാകുന്ന പുല്ല് അപ്പോൾ പറിച്ച് കളയും. നമ്മുടെ ഫ്രണ്ടിലെ വഴി കോൺക്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മുറ്റത്തൊന്നും ചെയ്തിട്ടില്ല. ആ വഴി കോൺക്രീറ്റ് ചെയ്യാതെ മുറ്റത്ത് ചെയ്താലും മുറ്റത്തിന് അത്ര ഭംഗി ഉണ്ടാവില്ല. അതാട്ടോ മുറ്റത്തൊന്നും ഇടാത്ത. പണ്ടൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചെടിയുടെ കൊമ്പ് കൊണ്ടുവന്ന് നട്ട് അങ്ങനെയല്ലായിരുന്നു ചെടി നടുന്നത്. റോസയോ ബന്ദിപ്പൂവോ മുല്ലപ്പൂവോ അങ്ങനെയൊക്കെ. ഇപ്പം എല്ലാവരും ഇലച്ചെടികളിലോട്ട് മാറിയല്ലോ. ഇവിടെ വീട് പണിക്ക് മുമ്പ് തന്നെ കുറച്ച് ചെടി വീട്ടിലൊക്കെ അമ്മ നട്ടുപിടിപ്പിച്ച് വെച്ചായിരുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇലച്ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് അല്ലാതെ ചെടികൾ ഞങ്ങൾ വാങ്ങിയതുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു ചട്ടി തന്നെ നിന്നിട്ട് ഇങ്ങനെ വിടർന്ന് അങ്ങനെ ഒരുപാടായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നിന്നിട്ട് അതിന് വളരാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി നടാമെന്ന് തീരുമാനിച്ചു. ഈ ചെടിയുടെ തന്നെ തൈകൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കടയിൽ പോയി ചോദിച്ചപ്പോൾ 100, 80, 200 അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ചെടിയുടെ വില. ഇതൊക്കെ നമുക്ക് വീട്ടിൽ അമ്മയൊക്കെ നട്ടു വെച്ചിരുന്നത് അങ്ങനെ കിട്ടിയതാട്ടോ. അല്ലാതെ നമ്മൾ വാങ്ങിയ ചെടികളുണ്ട്. നമ്മൾ സ്നേക്ക് പ്ലാന്റും അങ്ങനത്തെ കുറച്ചൊക്കെ അല്ലാതെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വേറെ ഉറച്ചു പോയി കഴിഞ്ഞാൽ ഇതിന് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല കേട്ടോ. കുറേ കഷ്ടപ്പെട്ടാണ് ഞാൻ പറിച്ചെടുത്തത്. അതോ പറിച്ചെടുത്ത് ചിലതാണെങ്കിൽ വേരും കിട്ടിയില്ല. ഇതിനി കൊമ്പായിട്ട് നട്ട് കഴിഞ്ഞാൽ പിടിക്കുമല്ലോ എന്ന് ദൈവത്തിനറിയാം. കുറേയൊക്കെ വേരായിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന ചട്ടിയിലോട്ടൊക്കെ അന്നേരം തന്നെ വേഗം മാറ്റി നട്ടു. എനിക്കാണെങ്കിൽ എന്തെങ്കിലും കണ്ട വേഗം അങ്ങ് ചെയ്ത് തീർക്കണം. പിന്നത്തേക്ക് വെക്കുന്ന പരിപാടി ഇഷ്ടമല്ല. അന്നേരത്തെ പണിയാണെങ്കിൽ അത് അന്നേരം തീർക്കുക.
അത് ഈ കാര്യത്തിലല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്തെങ്കിലും ആരോടെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനിങ്ങനെ ചെടിയൊക്കെ നട്ടുകൊണ്ടൊരു സമയത്തേക്ക് സേബ ചായ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ചായയൊക്കെ സേബ ഉണ്ടാക്കുക ഭയങ്കര ഇഷ്ടമാട്ടോ. അതുപോലെ അവൾ ഉണ്ടാക്കുന്ന ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അവൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പോയി ചായ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാലൻസുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു ഈ പച്ച കളറുള്ള നല്ല കരിമ്പച്ച കളറുള്ളത് ഒരു സൈഡും പിന്നെ മറ്റേ ചെറിയ പച്ച കളറുള്ള ഇങ്ങേ സൈഡൊക്കെ എടുത്തിരിക്കുകയാണ്. പിന്നെ വിചാരിച്ചു ചെടിച്ചട്ടിയുടെ കളർ നോക്കിയിട്ട് തിരിച്ച് വയ്ക്കുകയാണ്. കുറച്ച് കറുപ്പും കുറച്ച് ബ്രൗണുമാണ്. അധികം ഒരേ കളറിലുള്ള ചെടിച്ചട്ടി തന്നെ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ വേറെ ബ്രൗൺ തന്നെയാണ് വാങ്ങാൻ ശ്രമിച്ചതാണ്. പക്ഷേ കുറച്ച് അല്ലാതെ കിട്ടിയപ്പോൾ നമ്മുടെ കറുപ്പും വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരുവിധം എന്തൊക്കെയോ കാണിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ച കളറുള്ളത് ഗ്രീനും കളറെന്നുള്ളത് പൊട്ടത്തരം പറഞ്ഞു. അതാണ് കിച്ചു നോക്കണം. അമ്മ എന്ത് ഭാഷയാണ് ഈ പറയണേന്നും പറഞ്ഞുകൊണ്ട് കിച്ചു അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിച്ചുവിന് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കും പഠിക്കാനുണ്ട്. സേബ അകത്തിരുന്ന് പഠിക്കുവാണ്. എക്സാം ആണല്ലോ, ഇംഗ്ലീഷിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ആന അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. പഠിക്കാനിരുന്നപ്പോൾ അപ്പുറത്ത് അവൻ്റെ കൂട്ടുകാരൻ ആരോ വന്നത് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. പഠിപ്പിക്കാനിരുന്നിട്ട് പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം നമ്മൾ അങ്ങോട്ട് ഇവിടെ നടക്കുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കണവർ ഓർക്കുന്നില്ല. ഇതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് എന്നും വെജിറ്റേറിയൻ കറികൾ തന്നെയാണ്. അപ്പോൾ രാവിലെ പുട്ടും കടലയാണ്. ഇവിടെ കിച്ചുവിന് എപ്പോഴും പറയണ പോലെ തന്നെ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് പുട്ടും കടലയും. സേബയ്ക്ക് ശർക്കര ഇല്ലാത്തത് കൊണ്ട് പുട്ടിനോട് അത്ര വലിയ താല്പര്യം. ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ ചോറും കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയല്ല, അവർക്ക് ഇങ്ങനത്തെ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഊണ് കഴിക്കാൻ കൊതിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു ഊണും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തിന് ഇപ്പോൾ ഏതായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.